ഹലോ വെൽക്കം ടു ലൈക്ക് വകയിനില്ല. നമ്മുടെ എമ്മിക്കുട്ടൻ്റെ അല്ല റബേക്ക കുട്ടിയുടെ ഫസ്റ്റ് കമ്മ്യൂണിയനാണ് മെയ് മാസം. കൊച്ചാണെങ്കിൽ സാറയുടെ ഫസ്റ്റ് കമ്മ്യൂണിയൻ കഴിഞ്ഞപ്പോൾ തുടങ്ങി കാത്തിരിക്കുവാണ് എൻ്റെ ഏത് വർഷമാണെന്ന് വെച്ചാൽ അങ്ങനെ ഈ വർഷമാണ് മെയ് 3-ാം തീയതിയാണ്. അപ്പോൾ ഞങ്ങൾ അതിനുള്ള അവളുടെ ഉടുപ്പ് തയ്ക്കാനുള്ള മെറ്റീരിയലൊക്കെ എടുക്കാൻ വന്നു കേട്ടോ. തയ്ക്കുന്നത് ബെറ്റി ചേച്ചി കേട്ടോ. ചേച്ചിനെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ സാൻറ്റിയുടെ ഫസ്റ്റ് കമ്മ്യൂണിയൻ സാൻറ്റിയുടെ മമ്മിയാണ് ചേച്ചി. അപ്പോൾ ചേച്ചിയാണ് അവളുടെ തയ്ച്ചത്, സാൻറ്റിയുടേത്. എല്ലാ ഡ്രസ്സും ചേച്ചി നല്ലൊരു അടിപൊളി ഒരു ഡിസൈനറാണ്. അപ്പോൾ ചേച്ചി തന്നെ തയ്ച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് റബേക്കക്ക് ഭയങ്കര അങ്ങനെ തന്നെ തയ്ച്ചാൽ മതി എന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം അങ്ങനെ ചേച്ചിയുടെ അടുത്ത് ചോദിച്ച് എന്ത് മെറ്റീരിയൽ എടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കല്യാണിൽ വന്നിട്ടാണ് എടുക്കുന്നത്. നല്ലൊരു സാറ്റിൻ ക്ലോത്തും അതുപോലെ തന്നെ അതിന് വെക്കാനായിട്ട് ഡിസൈനർ നെറ്റും അതിനുള്ള ലൈനിങ്ങും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എമ്മിക്കുട്ടിക്കും കൂടെ സെയിം ഒരു കളർ ഇതിൽ വരുന്ന ഒരു ഞാൻ ഹക്കോബയുടെ ഒരു മെറ്റീരിയലാണ് നോക്കിയെങ്കിലും അതല്ല വേറെ ക്ലോത്ത് കിട്ടി കേട്ടോ. അങ്ങനെ അതെടുത്തു. സാറമോൾക്ക് പിന്നെ നേരത്തെ ഞാൻ മുംബൈ പോയപ്പോൾ നല്ല ഇതിന് തന്നെ ഇതേ ഒരു കളർ പാറ്റേണിലുള്ള ഒരു ഷെയ്ഡിലുള്ള ഒരു ലെഹങ്കയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ലെഹങ്കയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കുമാണ് ഇന്ന് നമ്മളെടുത്തത്, ഇവിടെ നിന്ന് കല്യാണിൽ എടുത്തത്. അപ്പം അവിടെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കേ അവിടെ നിന്നൊരു കൂപ്പൺ കിട്ടി. 94 രൂപയ്ക്ക് മുകളിലുള്ള ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പം ഞങ്ങൾ അതുകൊണ്ട് അപ്പം തന്നെ മുകളിൽ പോയി. പർച്ചേസ് കഴിഞ്ഞപ്പോൾ തന്നെ 1 മണിയായി. അപ്പോൾ അവർക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ മുകളിൽ പോയിട്ട് ഒരു കോഫി, ടീ, പിന്നെ എമ്മിക്കുട്ടിക്ക് പേസ്ട്രി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പേസ്ട്രി, പിന്നെ റബേക്കക്ക് പഴംപൊരി, ഞാനും ഡോപ്പിയും ഓരോ കട്ട്ലറ്റും, ഓരോ വെജിറ്റബിൾ കട്ട്ലറ്റും അങ്ങനെയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോന്നു കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു മാർക്കറ്റിംഗ് തന്ത്രമല്ലേ. കാരണം അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ തുണി മേടിച്ചിട്ട് താഴത്തോട്ട് പോരുന്നവർക്ക് ഈ ഒരു 94 റുപ്പീസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ എന്തായാലും ഒന്ന് ഹൈപ്പർ മാർക്കറ്റ് വരെ പോകും. അപ്പോൾ നമ്മളവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കാണും, നമ്മളതൊക്കെ പർച്ചേസ് ചെയ്യും. അങ്ങനെ അത് എനിക്ക് തോന്നി അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് തോന്നി കേട്ടോ. ഒരു ഐഡിയ കൊള്ളാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു ലേസിൻ്റെ പാക്കറ്റും ഒക്കെ വാങ്ങിച്ച് കുറേ നാളായി ലേസ് വാങ്ങിച്ച് കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ വേണമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ബൂട്ട്സിൻ്റെ ഷോപ്പുള്ളത്. അവിടെ വന്നിട്ട് റബേക്കയ്ക്കുള്ള ഷൂവും കൂടെ വാങ്ങിച്ചു. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു വൈറ്റ് ഷൂ ആണ് എടുത്തത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ കുറച്ചൊക്കെ ഓഫറിൽ കുറേ ചെരുപ്പൊക്കെ ഇരിക്കും. അതൊക്കെ എടുത്ത് ഞാനൊന്ന് ഇട്ട് നോക്കി, ചുമ്മാ ഇട്ട് നോക്കിയതാണ്. വിലയൊക്കെ ഒന്ന് ചോദിച്ചു, വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. വാങ്ങാൻ വേണ്ടി ഞാൻ ചോദിച്ചതും അല്ല, ചുമ്മാ ഒന്ന് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി ചില ചെരുപ്പൊക്കെ ഇട്ട് നോക്കിയിട്ട് ഞാൻ ചോദിച്ചാണ്. പക്ഷേ ആ കൂട്ടത്തിലൊരു ഷൂ ഉണ്ടല്ലോ, നമ്മൾ ഈ പാം ഷൂ, നല്ല ബ്ലാക്ക് കളറിലെ ഷൂ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് അങ്ങനെ ഒരു ഷൂ വാങ്ങണമെന്ന്. പണ്ട് ഒത്തിരി നാളും വിട്ടതല്ലാതെ ഇപ്പോൾ കുറേ നാളായി, വർഷങ്ങളായി ഞാനങ്ങനെ ഷൂ ഇട്ടിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആഗ്രഹം തോന്നി. എന്നാലും വാങ്ങിച്ചില്ല, അവിടെ വെച്ചു. ഇതുങ്ങൾ അവിടെ ഇരുന്നിട്ടും ആ ലേസ് ഇങ്ങനെ തിന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ലേസ് തിന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇത്തവണ അവരത് 30% ഓഫറൊക്കെ ബൂട്ട്സിൽ ഇട്ടിട്ടുണ്ട്. 30% ഓഫർ ഇട്ടാലും അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ ക്വാളിറ്റി ഉണ്ട്, നല്ല നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്. ഡിസൈനും ഒക്കെ കൊള്ളാം. ചെരുപ്പുകളാണെങ്കിലും എല്ലാം കൊള്ളാം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഇതുങ്ങൾ അവിടെ നിന്ന് ഡാൻസും കളിയൊക്കെ ആയിരുന്നു. ചെരുപ്പൊക്കെ ഇട്ട് നോക്കി, പാകമായത് ചെരുപ്പൊക്കെ എടുത്തു. എന്നാലും ഒരു സ്വല്പം വലുതാണ്. അപ്പോൾ കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ളത് എടുക്കേണ്ടതെന്ന് അവർ സജസ്റ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ ഒരു ഇച്ചിരി ഇതുള്ളതാണ് എടുത്തേക്കുന്നത്. ഇത്തിരി വലുതാണ്, അങ്ങനത്തെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് 1-2 ഫോട്ടോ ഒക്കെ എടുത്തത്. ഇതാണ് കേട്ടോ ഷൂ. ഇതിൻ്റെ വേറെ സൈസാണ് എടുത്തേക്കുന്നത്. അത് സെയിം സാധനമാണ് എടുത്തേക്കുന്നത്, പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് കളറുള്ളത്. അപ്പോൾ തിരിച്ചിറങ്ങിയപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടിരുന്ന് കണ്ടിട്ട് എനിക്ക് പേടിയായി കേട്ടോ. അതിൻ്റെ അടി ശരിക്കും മുട്ടിക്കിടക്കുന്ന പോലെയാണ് കിടന്നത്. ഞാൻ വിചാരിച്ചു എടുക്കുമ്പോഴേക്കും അതിങ്ങനെ ഒരഞ്ഞു പോരുമായിരിക്കും. പക്ഷേ ഡോപ്പി നല്ല സ്മൂത്തായിട്ട് എടുത്തിട്ട് പോകുന്നു കേട്ടോ. ചിലപ്പോഴൊക്കെ ചിലയിടത്ത് കൊണ്ട് പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ എടുത്തുകൊണ്ട് ഇങ്ങനെ പോരാനായിട്ട് ഭയങ്കര പാടായിരിക്കുമല്ലോ. ഉടുപ്പിനുള്ള മെറ്റീരിയൽ കിട്ടി, പിന്നെ ഷൂ കിട്ടി. എമ്മിക്കുട്ടിക്കുള്ളതും കിട്ടി കേട്ടോ. എമ്മിക്കും റബേക്കും ഉള്ളത് കിട്ടി, ഷൂവും കിട്ടി. നമ്മൾ ഉർവശിയിലേക്കാണ് പോകുന്നത്. ടോപ്പി വെക്കുന്നത് ഉർവശിയിലേക്കൊക്കെ പോണു. കമ്മല് വാങ്ങിക്കണം. അപ്പൊ ഒരു വൈറ്റ് കമ്മല് നല്ലത് വാങ്ങാനായിട്ട് അവിടെ പോയി നോക്കാം. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയെന്നുണ്ടെങ്കിലേ മേടിക്കുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ വാങ്ങൂല. നമ്മളല്ലാതെ വാങ്ങിക്കും. ഓൺലൈനിൽ വാങ്ങിച്ചാൽ വില കുറഞ്ഞൊക്കെ കിട്ടും. പക്ഷെ എനിക്ക് പേടി എന്താണെന്നറിയാവോ, സാറയുടെ ഫസ്റ്റ് കമ്മ്യൂണിയൻ ഇല്ലേ, ഞാൻ ഇതുപോലെ വില നോക്കിയിട്ട് ഓൺലൈൻ വാങ്ങിച്ചു. പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ സാധനം വന്നപ്പോൾ നമ്മൾ അത് കണ്ട പിക്ചറിൽ കണ്ട വലിപ്പമില്ല, അവിടെ കാതിലിടാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ എന്തിനാ അങ്ങനെ? അപ്പൊ നേരിട്ട് പോയി നമുക്ക് നോക്കി വാങ്ങാലോ. വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴും ഉർവശി കയറുതാട്ടോ. ഞാനും അങ്ങനെ പോകാറൊന്നുമില്ല. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഫസ്റ്റ് കമ്മ്യൂണിയനൊക്കെ ആകുമ്പോൾ ഒരു നല്ല കമ്മലൊക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉർവശി പോയത് കേട്ടോ. അവരുടെ കളക്ഷൻസൊക്കെ ഇങ്ങനെ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കി, നല്ല രസമാട്ടോ, നല്ല ഭംഗിയുള്ള കമ്മലുകളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് പക്ഷേ അത് കൊച്ചിൻ്റെ കാതിന് പറ്റണതായിരിക്കണമല്ലോ, ഭയങ്കര വലിയ സൈസും വേണ്ട. അപ്പോൾ അങ്ങനെ ഇതൊരെണ്ണം സെലക്ട് ചെയ്തു. ഇത് കൂടാതെ വേറൊരു കമ്മലും കൂടെ ഞാൻ കാണിച്ചില്ല കേട്ടോ, ഫ്ലവറിൻ്റെയും കൂടെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് വന്നു. അപ്പോൾ എമ്മിക്കുട്ടിയുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും
അവളുടെ മുടി ഇങ്ങനെ അഴിഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കെട്ടിക്കൊടുത്താൽ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചീപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നടക്കുക. അപ്പോൾ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഡോപ്പിക്കാണ് ഷർട്ടൊക്കെ നോക്കിയതേ. അപ്പം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഷർട്ട്, അതിങ്ങനെ ചുമ്മാ കാണുമ്പോൾ ഒരു ഭംഗിയില്ല, പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ കൊള്ളാം. ഡോപ്പി അത് ഇട്ട് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചിട്ട് ഡോപ്പി അത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കൂടാതെ ഒരെണ്ണം കൂടി എടുത്തു കേട്ടോ, അതും കാണിച്ചു തരാം. ഇതും കൊള്ളാം കേട്ടോ. ഇതും എനിക്ക് ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നി. ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് ആ വൈറ്റ് തന്നെയാണ്. 1-2 കൂടെ ഡോപ്പി നോക്കി. സ്റ്റുഡിയോയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 599 നമുക്ക് നല്ല ഡ്രസ്സുകളൊക്കെ കിട്ടും. ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണല്ലോ. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയത്. ആ പെർഫ്യൂം കണ്ടോ, അത് എമ്മിക്കുട്ടിയുടെ സമ്മാനമാണ് കേട്ടോ, പപ്പയ്ക്കുള്ള സമ്മാനം. പപ്പയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്, അപ്പോൾ അതിനുള്ള സമ്മാനം എമ്മിക്കുട്ടിയുടെ കൂട്ടി വെച്ച പൈസക്ക് വാങ്ങിച്ചേക്കുന്നതാണ്. ഞാൻ പറഞ്ഞു മോളെ അത് വിമൻസിൻ്റെ ആണ് ആ സ്പ്രേ എന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, സമ്മാനം എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പപ്പയ്ക്ക് അത് വാങ്ങിച്ചേക്കുവാണ് അവളെ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് കുറച്ച് സാധനം വേണമെന്ന് പറഞ്ഞ് പോയി നോക്കി. അപ്പോഴേക്കും ഭാഗ്യത്തിന് ഡോപ്പി ബില്ല് ചെയ്ത് കഴിഞ്ഞു. കാരണം അതിന് മുന്നേ ഒരു പാക്കറ്റ് കമ്മൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആ കയ്യിരിക്കുന്നത്. അപ്പോൾ ഡോപ്പി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കമ്മൽ മാറ്റി വെച്ചിട്ട് ക്ലിപ്പ് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ വേഗം ക്ലിപ്പ് വേണ്ടാന്ന് പറഞ്ഞിട്ട് കമ്മൽ വാങ്ങിച്ചിട്ട് പോകുന്നത് ഈ സ്പ്രേ ആണ് കേട്ടോ. അതിൻ്റെ സ്മെല്ല് അവൾക്ക് ഇഷ്ടപ്പെട്ടതാണ് അവൾ സെലക്ട് ചെയ്തേക്കുന്നത്. എന്തായാലും ഒരു നമ്മൾക്ക് പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു എനിക്കിത് വേണ്ടായിരുന്നല്ലോ എന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു വേണ്ട, കൊച്ചു ഗിഫ്റ്റായിട്ട് തന്നേക്കുന്നതല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്ഥിരം സൂപ്പർ മാർക്കറ്റിൽ, ഞങ്ങളുടെ സ്ഥിരം ഹൈപ്പർ മാർക്കറ്റിൽ വന്നു. അവിടെ വന്നിട്ട് തൈരും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചിമാരോടൊക്കെ വർത്താനം പറഞ്ഞു. ഇന്ന് വലിയ തിരക്കൊന്നും കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മുടെ ഇത് സ്വന്തം പച്ചക്കറി കട, ഇത് ബംഗാളികൾ അവിടെ നിന്ന് ഇവിടെ വന്ന് നടത്തുന്ന സക്സസ് ആയിട്ടുള്ളൊരു പച്ചക്കറി കട കേട്ടോ. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ വന്നു. വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു 3 മണിയായിട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തി. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നു. നാളെ കാണാം അടുത്ത വിശേഷങ്ങളായിട്ട്, അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.